നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് പുതിയ വീഡിയോകളൊന്നും ഇടാൻ സാധിച്ചിട്ടില്ല. കുറേ തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇടാൻ സാധിക്കാതിരുന്നത്. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ചാനലുകൾ അല്ലെങ്കിൽ വീഡിയോകൾ കാണാൻ പലർക്കും താല്പര്യമില്ലായ്മയുണ്ട് എന്നെനിക്കറിയാം. കാരണം അവരുടെ കുറ്റമല്ലത്. അവരുടെ സംസ്കാരത്തിലും കർമ്മവാസനയിലും വന്നുപോയിരിക്കുന്ന, ഗുണങ്ങളിലും വന്നുപോയിരിക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ചിലർ അല്പം കാണും, പിന്നെ അതിന് വൈമുഖ്യമായിട്ട് അല്ലെങ്കിൽ വൈമുഖ്യം വന്ന് അവർ കാണാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ട രസകരങ്ങളായ അനേകം വീഡിയോകൾ ഇപ്പുറത്തുള്ളത് കൊണ്ട് ഇതിനെ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാറില്ല. എപ്പോഴും ആധ്യാത്മതലത്തിലുള്ള ഒരു അറിവ് നേടിയെടുക്കുന്നത് അവനവന്റെ ജീവിതത്തിൽ അവസാന കാലത്തും അവന് പ്രയോജനപ്പെടും എന്നുള്ളത് എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ഉദാഹരണത്തിന് കിട്ടുന്നതാണ്. അതിപ്പോഴ് മതം ഏതായാലും, അത് ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യാനി ആയാലും ശരി, അതിനെ കൂടുതൽ അടുത്തറിയാൻ താല്പര്യപ്പെടാതെ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവന്റെ കർമ്മവാസന തന്നെയാണ്. കർമ്മവാസനയെ തിരുത്തി കുറിക്കാൻ സാധിക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ശ്രമമുണ്ടെങ്കിൽ ഏത് മനുഷ്യനും സാധിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ കർമ്മവാസനയെ തിരുത്തി കുറിക്കുക എന്നുള്ളത്. അവനവന്റെ ഗുണങ്ങളെ, അതായത് പ്രകൃതി ഗുണങ്ങളെ സ്വയമേ അറിഞ്ഞുകൊണ്ട് അതിനെ തിരുത്താൻ ശ്രമിക്കുന്നവനും, കർമ്മവാസനകളെ അറിഞ്ഞുകൊണ്ട് അതിനെ തിരുത്താൻ ശ്രമിക്കുന്നവനും തീർച്ചയായിട്ടും ജീവിതത്തിൽ കുറെ കഴിയുമ്പോൾ അവന് തന്നെ ഒരു ബോധമുണ്ടാകും, എനിക്കിത് മനസ്സിലാക്കണം എന്നുള്ളത്. നമ്മൾ പറയുന്ന പാപവും പുണ്യവും ഒക്കെ നാം സ്വയം ഉണ്ടാക്കി വെക്കുന്നതാണെന്നും സ്വയം തെറ്റിദ്ധരിക്കപ്പെടുന്നതാണെന്നും, എത്ര മഹാപാപിയായാലും പാപിയാണെന്ന് തോന്നുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ അവൻ പാപം ചെയ്തു എന്ന് ചിന്തിക്കുന്നെങ്കിൽ പോലും, ഏതൊരു വ്യക്തിയാണോ ആത്മീയത ഉന്നതിയിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒരു വട്ടമെങ്കിലും ഉറ്റുനോക്കുന്നത്, കയറാൻ ശ്രമിക്കുന്നത്, അവന്റെ ജീവിതത്തിൽ പാപം എന്ന് പറയുന്ന ഒരു തലം ഉണ്ടാവില്ല എന്ന് ഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഗീത ഉദ്ഘോഷിക്കുന്നുണ്ട്. അപ്പൊ പാപം എന്നൊന്നില്ല, മറിച്ച് ഇതെല്ലാം നാം ഇവിടെ വന്നതിന് ശേഷം ഒരു സമുദായം, ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സമൂഹം നന്നായി മുന്നോട്ട് പോകേണ്ടതിന് വേണ്ടി മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ച കുറെ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ അത്യാവശ്യമാണ് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കുകയും അതിനെ അറിഞ്ഞുകൊണ്ട് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തില്ല എങ്കിൽ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധ്യമല്ല, ശരിക്കും ജീവിക്കാൻ സാധ്യമല്ല. അതിനോടൊപ്പം തന്നെ ആധ്യാത്മിക തലത്തിൽ ഇത് ഭൗതിക തലത്തിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും, ഭൗതിക തലത്തിൽ നല്ലതുപോലെ ഒരു വ്യക്തിക്ക് ജീവിച്ചു പോകുന്നതിന് വേണ്ടി മാത്രമാണെന്നും, അതിനപ്പുറത്തേക്ക് ഇതെല്ലാം തന്നെ അങ്ങോട്ട് ചെല്ലുന്തോറും ഇല്ലാത്ത തലത്തിലേക്ക്, ശൂന്യതയിലേക്ക് എത്തിച്ചേരും എന്നും മനസ്സിലാക്കിയാൽ ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ ചെയ്തത് എന്താണോ അതിനെ മറികടന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് ആത്മീയ തലത്തിലേക്ക് ഉയരാൻ സാധിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ മതം. അത് ഓരോ വ്യക്തിയും പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ നിലയിൽ എത്താൻ സാധിക്കും എന്നുള്ളതിന് നിസ്തർക്കമാണ്, തർക്കമില്ലായ്മയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണെന്ന് പറയാൻ പോകുന്നു. ഭഗവത്ഗീതയില് 48ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ
ഒരു വ്യക്തി കർമ്മത്തെ എങ്ങനെ കൗശലത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ പറ്റും? ഈ രണ്ട് ശ്ലോകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ 48-ാമത്തെ ശ്ലോകവും 50-ാമത്തെ ശ്ലോകവും എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും അവന്റെ മാനസിക തലത്തിന് അടിപ്പെട്ടു പോകുന്ന മനസ്സിനെ ഉണർത്താനും ഉയർത്താനും ബുദ്ധിയെ സമസ്ഥിതിയിലേക്ക് എത്തിക്കാനും ഒക്കെ സഹായിക്കുന്ന ഗ്രന്ഥങ്ങളാണ് എല്ലാ മതഗ്രന്ഥങ്ങളും. ആ മതഗ്രന്ഥങ്ങളെ അറിയാൻ ശ്രമിച്ചുകൊണ്ട് വെറുതെ വായിക്കല്ല വേണ്ടത്. അത് ബൈബിൾ ആയാലും ശരി, ഖുറാൻ ആയാലും ശരി, വെറുതെ വായിച്ചുകൊണ്ട് അതിന് പ്രയോജനമൊന്നുമില്ല. അത് ഭഗവത്ഗീത ആയാലും ശരി, വെറുതെ വായിച്ചു പോയോണ്ട് യാതൊരു പ്രയോജനമില്ല. മറിച്ച് അതിൻ്റെ ഉള്ളടക്കത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സാവധാനത്തിൽ അതിനെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തിക്കാണ് ഈ ഉന്നതി ഉണ്ടാവാൻ സാധ്യത. ഞാൻ ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പുരാണങ്ങൾ വായിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ഉപനിഷത്ത് വായിക്കുന്നുണ്ട്, വേദം വായിക്കുന്നുണ്ട്, വേദങ്ങളെല്ലാം തന്നെ എനിക്കറിയാം എന്നുള്ള ധാരണയിൽ ജീവിക്കുന്നവൻ ഒരു മൂഢനാണെന്ന് ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്. അറിവ് എന്ന് പറയുന്നതിലല്ല, മറിച്ച് അറിവ് കിട്ടിയ അറിവിനെ അനുഭവതലത്തിലേക്ക് സാവധാനം ഉയർത്താൻ കഴിയുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ ആധ്യാത്മികതലത്തിൽ അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ മുന്നേറുന്നതെന്ന് നമുക്ക് പല മഹത് വ്യക്തികളിൽ നിന്നും ഉദാഹരണമായി എടുക്കാൻ സാധിക്കും. പല വ്യക്തികളും ഉയർന്നത് അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തിയും ഗ്രന്ഥങ്ങൾ പഠിച്ചതിന് ശേഷം ഇവിടുന്ന് വീട് വിട്ടിറങ്ങി കാടുകളിൽ പോയി ഏകാന്തവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടില്ല. പലരും അവനവന്റെ ജീവിതത്തിൽ കുടുംബത്തെ നോക്കിക്കൊണ്ടും ദുരിതങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും ഒരുപോലെ അനുഭവിച്ച് വിവേകബുദ്ധിയോടുകൂടി മുന്നോട്ട് നീങ്ങുന്നവന് മാത്രമേ ഈ തലത്തിലേക്ക് കയറിപ്പറ്റാൻ സാധിക്കൂ എന്ന് വ്യക്തമായ ഒരാശയമാണ്, വ്യക്തമായ ഒരറിവാണ് നമുക്ക് ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ തരുന്നത്. പലരും ആഗ്രഹിക്കുന്നത് വീട് വിട്ടിറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സാധിച്ചെടുക്കാം, ഞാൻ യോഗിയായി മാറും, എൻ്റെ താടിയും മുടിയും വളർത്തി കാഷായ വസ്ത്രം ധരിക്കുകയോ വെള്ളവസ്ത്രം ധരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ നിലയിലെത്തി എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. വസ്ത്രത്തിനോ നിങ്ങളുടെ മുടി വളർത്തതിനോ താടി വളർത്തുന്നതിനോ ഒന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമായ ഒരു അറിവ് ഇത് കേൾക്കുന്ന ഏത് വ്യക്തിക്കും ഉണ്ടാവുന്നു. കുടുംബത്തിൽ നിന്നുകൊണ്ട് തൻ്റെ കടമകളെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഏതൊരു വ്യക്തിയാണോ അതിനെ പാലിച്ചുകൊണ്ട് പ്രവൃത്തിപഥത്തിൽ നിന്നുകൊണ്ട് കുടുംബത്തെ നന്നായി നോക്കി മുന്നോട്ട് പോകുന്നത്, ഒരു ഗൃഹസ്ഥനായി ഇരുന്നു കൊണ്ടത് മാതാവായാലും പിതാവായാലും കുട്ടികളായാലും ശരി, തൻ്റെ കർത്തവ്യങ്ങളും കടമകളും കൃത്യമായി അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവൻ മാത്രമേ യഥാർത്ഥത്തിൽ ഈ നിലയിലെത്താൻ സാധിക്കത്തുള്ളൂ. അതിന് കുടുംബമോ സമൂഹമോ ഒരു ബാധയല്ല. സമൂഹത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പല ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചു പോകുന്നതിന് മാത്രമേ ഈ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് ഭഗവത്ഗീത വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 48-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് മനസ്സിന്റെ സമസ്ഥിതി എന്ന്, അല്ലെങ്കിൽ മനസ്സിന്റെ സമസ്ഥിതിയെ എങ്ങനെ എത്തിക്കാം, ഏത് തലത്തിലെത്തിയാൽ അവൻ യോഗസ്ഥനായി മാറും എന്ന് 48-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഗസ്ഥ കുരു കർമാണി സംഘം തെത്വാ ധനഞ്ജയ സിദ്ധി അസിദ്ധ്യോ സമോ ഭുക്ത്വ സമത്വം ലോക ഉച്ചത് എന്ന് പറയുന്നു. അതൊരു നിർവചനമാണ്. എവിടെയും യോഗിയാകേണ്ട ഒരു വ്യക്തി കർമ്മത്തിൽ നിന്നുകൊണ്ട് അവൻ സ്വന്തം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ ബുദ്ധിയെയും ഏത് തരത്തിൽ സാവധാനത്തിൽ അടക്കാമെന്നും ആ അടക്കിക്കൊണ്ട് അവൻ്റെ ബുദ്ധിയെ
ഏത് തരത്തിൽ സമസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുമാണ് ഈ ശ്ലോകത്തിൽ കൂടി പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിക്കും അവനവന്റെ ജീവിതത്തിൽ ഒളിച്ചോടേണ്ട ആവശ്യമേ ഇല്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒളിച്ചോട്ടമാണ് എല്ലാവരും ചെയ്യുന്നത്. ഒന്നുകിൽ തൂങ്ങി മരണം. ഈയിടെ 2-3 സ്ഥലത്ത് എൻ്റെ വീടിനടുത്ത് തന്നെ സംഭവിച്ച ഇതാണ്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോവുക. താൻ ചെയ്ത കർമ്മങ്ങൾക്ക് ഒരു ശരീരം തന്ന് പിന്നെയും ഇവിടെ വിട്ടത് ആ കർമ്മത്തെ അനുഭവിച്ചു തീർക്കുന്നതിന് വേണ്ടിയാണ്. അതിന് പകരം ആ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ബാക്കി കിടക്കുന്ന കർമ്മങ്ങളുമായിട്ട് തിരിച്ചെത്തേണ്ട അവസ്ഥ. ഇതാണ് മനുഷ്യൻ അറിയാതെ പോകുന്ന ഒരു അറിവ്. അവൻ അറിയുന്നില്ല ഇതെന്താണെന്നുള്ളത്. തൽക്കാല ശാന്തിക്ക് വേണ്ടി വിചാരിക്കുന്നത് എങ്ങനെയാണ്? തൽക്കാല ശാന്തിക്ക് വേണ്ടിയിട്ട് എൻ്റെ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദുഃഖമില്ലാതാകും എന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ടാണ് യുവാവും യുവതികളും അതുപോലെ തന്നെ മധ്യവയസ്കരായ ആളുകൾ പോലും ഇത് കാട്ടിക്കൂട്ടുന്നതെന്ന് വ്യക്തമായിട്ട് ധരിക്കണം. ഇളം പ്രായത്തിൽ സ്കൂളിൽ പോകുന്നതോ കോളേജിൽ പോകുന്നതോ കുട്ടികൾ പോലും ഈ ഒരു തലത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. അവർക്കറിയില്ല മാതാപിതാക്കൾ മനം തൊന്ന് കഷ്ടപ്പെട്ട് സമ്പത്തുണ്ടാക്കി അല്ലെങ്കിൽ അവരെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതെ സ്കൂളുകളിലും കോളേജുകളിലും അയക്കുമ്പോൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് ഒന്നുകിൽ ഒരു ലവ് അഫെയർ ആകാം. 16 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി പെട്ടെന്നുണ്ടാകുന്ന മാനസിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് മറ്റൊരു വ്യക്തിയുമായി, ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പെട്ടെന്നുണ്ടാകുന്ന കൗമാരപ്രായത്തിലുണ്ടാകുന്ന ഒരു വികാരമാണ് ഈ ലവ് അഫെയർ എന്ന് പറയുന്നത്. നഷ്ടപ്പെടുമ്പോൾ അത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അതിന് വേറൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത പല കേസുകളും എനിക്കറിയാം. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത കേസുകൾ എനിക്കറിയാം. ഇതിൽ നിന്നെല്ലാം മുക്തി നേടേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ ഈ ജീവിതം മടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ശരീരത്തെ തൂത്തെറിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഇന്നർ മൈൻഡ്, അതായത് സൂക്ഷ്മ ശരീരം, സ്ഥൂലവും സൂക്ഷ്മമായിരിക്കും സൂക്ഷ്മ ശരീരം, അത് പിന്നെയും വേറൊരു ശരീരത്തിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന അവസ്ഥ. പിന്നെയും ഇതന്നെ സ്ഥിതി. അങ്ങനെ എത്ര ജന്മം പാഴാക്കും? എന്റെ ചോദ്യം ഇതാണ്. മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രാട്ടികൾ അവന് അറിയാതെ പോകുന്ന അവസ്ഥ. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് വ്യക്തിയും അവനവന്റെ മതങ്ങൾക്ക് അനുസരിച്ചുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കാൻ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം മരിക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് സ്വയം ആത്മഹത്യക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ പോകുന്നതിന് വേണ്ടിയിട്ടല്ല ഈ ശരീരം തന്നു വിട്ടത്. തന്റെ കർമ്മങ്ങളെ മനസ്സിലാക്കി ആ കർമ്മങ്ങൾക്കനുസരിച്ച് ജീവിച്ച് അത് കഷ്ടതയായാലും ശരി ബുദ്ധിമുട്ടായാലും ശരി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് കിട്ടുന്ന അല്പസുഖത്തെ പോലും അത് അനുഭവിച്ചുകൊണ്ട് ഒരു ജീവിതം പൂർണ്ണമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ പോകുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന്. ഇനി നമുക്ക് ശ്ലോകം 50 പോകാം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതോ തസ്മാത് യോഗായ ഉജ്ജസ്വ യോഗ കർമ്മസു കൗശലം. ഇതാണ് 50 ശ്ലോകം. ഈ ശ്ലോകം പറയുന്നത്, ഏതൊരു വ്യക്തിയാണോ എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുന്നത്, കർമ്മങ്ങൾക്ക് എന്തായാലും ദോഷമുണ്ട്, കർമ്മങ്ങൾക്ക് ദോഷമില്ലാതെ വരില്ല. അപ്പൊ കർമ്മങ്ങള് ഏതൊരു വ്യക്തിയാണോ ഈശ്വരാർപ്പണത്തോടെ ഈശ്വരന് സമർപ്പിച്ച് ചെയ്യുന്നത്, ആ കർമ്മത്തിന് ദോഷം ഉണ്ടെങ്കിൽ തന്നെ അത് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നത്. ഇപ്പൊ ഈ കൗശലത്തോടു കൂടി കർമ്മം ചെയ്യാൻ പറയുന്നതിന്റെ, ഈ ശ്ലോകം പറയുന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഏതൊരു വ്യക്തിയും ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ഈശ്വരാർപ്പണത്വം മനസ്സോട് കൂടിയിട്ട് കർമ്മത്തെ അനുഷ്ഠിക്കാൻ പറഞ്ഞു, കർമ്മത്തെ ചെയ്യാൻ പറഞ്ഞു.
എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? എന്ത് കർമ്മം ചെയ്യുന്നതിനും ഫലം ഇച്ഛിക്കാതെ ഒരാളും ചെയ്യാറില്ല. ഞാൻ എന്ത് ചെയ്യുന്നു അതിന് ഫലം ഉണ്ടാവണം, അതിന് പ്രയോജനം ഉണ്ടാവണം, ആ തലത്തിലാണ് കർമ്മം ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഫലം എന്ന് പറയുന്നത് അതിൻ്റെ എന്താണോ ഫലം കിട്ടുന്നത് അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നാം കർമ്മം ചെയ്യുന്ന സമയത്ത് ഇതിന് ഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചത്. അപ്പൊ ഏത് കർമ്മം ചെയ്താലും ആ കർമ്മത്തിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് ഒന്നുകിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ കെട്ടതായിരിക്കും. ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ആ കർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് താൻ ചെയ്യുന്നു, താൻ അനുഭവിക്കുന്നു എന്നുള്ള തലം വിട്ടുകൊണ്ട് തനിക്ക് അല്ലെങ്കിൽ താൻ എന്ന് പറയുന്നത് ഒന്നുമല്ല എന്നും തനിക്ക് ചെയ്യാനുള്ള കഴിവില്ല എന്നും ചെയ്യിക്കുന്നത് തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ചൈതന്യ വിശേഷമാണെന്നും ആ ചൈതന്യ വിശേഷം തന്നെയാണ് ഇതിനെ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതെന്നും അതുകൊണ്ട് താനില്ല എന്നുള്ള ആ അറിവോടുകൂടി ആരാണോ കർമ്മം ചെയ്യുന്നത് ആ വ്യക്തിക്ക് കർമ്മത്തിൽ ലേപനം ഉണ്ടാകുന്നില്ല, അറ്റാച്ച് ആകുന്നില്ല എന്ന് പറയും. അറ്റാച്ച് ആകുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് കർമ്മത്തിന്റെ ഫലം നല്ലതായാലും കെട്ടതായാലും അവന്റെ കർമ്മവാസനയായിട്ട് ലയിച്ചു തരുന്നത്. ഇതിൽ നിന്നും മുക്തി ഉണ്ടാകാൻ, ഇതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ശ്ലോകം കൊണ്ട് പറയുന്നത് തന്നെയാണ്. അതിനാണ് ഫലപ്രാപ്തി വന്നോട്ട് അത് നല്ലതായാലും ചീത്തയായാലും അതിനെ കൃത്യമായിട്ട് അറിഞ്ഞ് നല്ലതാണെങ്കിൽ സന്തോഷിക്കാതെയും എന്നാൽ നെഗറ്റീവ് ആണെങ്കിൽ ദുഃഖിക്കാതെയും ഇരിക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ പറ്റുന്നു എങ്കിൽ ആ വ്യക്തി കർമ്മം ചെയ്യുന്നത് കൗശലത്തോടു കൂടിയാണെന്ന് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നു. അതിന് നമുക്ക് സാധിക്കുന്നില്ല. കാര്യം ഓരോ വ്യക്തിയും അവൻ ചെയ്യുന്നത് വളരെ നിസ്സാരമായ കാര്യം പോലും ആണെങ്കിൽ പെട്ടെന്ന് മാനസികതലത്തിൽ അടിപ്പെട്ടു പോകും. തനിക്ക് പറ്റിയത് വലിയൊരു അമിളിയാണെന്നോ വലിയൊരു പ്രശ്നമാണെന്നോ ധരിച്ചിട്ട് മനസ്സ് അടിപ്പെട്ടു പോകുന്ന അവസ്ഥ. ആ അടിപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ താൻ ഇല്ലാതായി തീരുകയാണെന്നും തൻ്റെ അസ്തിത്വം നശിച്ചു പോവുകയാണെന്നും ഉള്ള അറിവ് അവനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവേകബുദ്ധിയാണ് അവിടെ. ആ വിവേകബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ അവന്റെ അറിവ് ആ ഒരു അറിവ് അനുഭവമാക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലത് വന്നോട്ട് നെഗറ്റീവ് വന്നോട്ട് ഇതിനെ ചിന്തിക്കേണ്ട തലത്തെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ചിന്തിക്കുകയോ വേണ്ട. പക്ഷെ നമ്മൾ അങ്ങനല്ല. തൊടുന്നതും പിടിക്കുന്നതും എല്ലാം നമ്മൾ അതിനകത്തിൽ നല്ലത് വന്നു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷിക്കും. ഇപ്പൊ തന്നെ സ്കൂളിന്റെ വിജയം 12ൽ പാസ്സായ കുട്ടികൾക്ക് ഇപ്പൊ എല്ലാ A+ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാ ഫേസ്ബുക്കുകളുടെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് എൻ്റെ മകൾക്ക് A+ കിട്ടി, A+ കിട്ടി, 10ൽ A+ കിട്ടി, എല്ലാത്തിനും A+ കിട്ടി. 12ൽ വന്നു കഴിഞ്ഞിട്ട് ഒരു വിഷയത്തിന് പോലും ആ കുട്ടി മാർക്ക് കുറയുകയോ തോറ്റുപോവുകയോ ചെയ്തു കഴിഞ്ഞാൽ മാനസതലത്തിൽ ആ പേരൻസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താകണമെന്ന് നമ്മൾ ചിന്തിക്കണം, അത് അറിയണം. ഉദാഹരണത്തിന് എൻ്റെ കൂടെയുള്ള ഒരു വ്യക്തി, അദ്ദേഹം നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ് എന്നെ. അദ്ദേഹത്തിന്റെ മകൻ 11ൽ എഴുതി അവരെ ആഘോഷത്തോടു കൂടി ആർഭാടത്തോടു കൂടി ഒരു ടൂറിന് പോകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. 11ൽ മകൻ തോറ്റു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ അവർ ആ ടൂർ പ്രോഗ്രാമേ ക്യാൻസൽ ചെയ്തു. അവനെ എന്തായിരിക്കും അവന്റെ വീട്ടിലത്തെ സ്ഥിതി എന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ കുട്ടിയെ മറ്റുള്ളവരുമായി ഉപമിച്ചിട്ട് ആ കുട്ടിയെ നിർത്തിപ്പൊരിക്കുമായിരിക്കും വീട്ടുകാർ, ജീവിക്കാൻ അനുവദിക്കാത്ത തലത്തില്. ഇങ്ങനെയൊക്കെയാണ് ആത്മഹത്യാ പ്രേരണ ഉണ്ടാകുന്നതെന്ന് വ്യക്തമായിട്ട് തിരിക്കണം. വീട്ടുകാരാണ് അതിന് ഒന്നാമത്തെ വ്യക്തികൾ മനസ്സിലാക്കുക. അവരാണ് ആദ്യം അവനെ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്നുള്ള ആ ഒരു തലത്തിലേക്ക് അവൻ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ പിന്നെ അവൻ രണ്ടാമത് എഴുതാൻ അവനെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടുകാർ തന്നെ അവന്റെ മനസ്സിനെ അടിപ്പെടുത്തി അല്ലെങ്കിൽ താഴോട്ട് കൊണ്ടുപോയി. ഇനിയും പഠിച്ചാൽ ജയിക്കത്തില്ല എന്ന് പറയുന്ന തലം. ഈയിടെ ഞാനൊരു യൂട്യൂബ് ചാനൽ കാണുകയുണ്ടായി. മേജർ രവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. ആ പുള്ളിയെ പറ്റി പറയുന്നു പറഞ്ഞാൽ
ആ പുള്ളി 10ാം ക്ലാസ്സിലൊക്കെ തോറ്റ വ്യക്തിയാണെന്നാണ് പറയുന്നത്. അവിടുന്ന് പോയിട്ടാണ് അദ്ദേഹം ആർമി ചേർന്ന് ഇപ്പൊ സംവിധായകനായി പല രീതിയിൽ പല തലങ്ങളിലേക്ക് പോയി. അപ്പൊ ഒരു വ്യക്തിയുടെ അറിവും കഴിവും നമ്മൾ നിർണയിക്കുന്നത് 10ാം ക്ലാസ്സിലല്ല, 12ലല്ല. ആ വ്യക്തിയുടെ അറിവ് കഴിവും നിർണയിക്കുന്നത് അവന്റെ വളർച്ചയും അവന്റെ മാനസിക വളർച്ചയും അതുപോലെ ബുദ്ധിയുടെ വളർച്ചയും അതിന് സപ്പോർട്ട് ചെയ്ത് വീട്ടുകാരെ കൊടുക്കുന്ന ആ അവസ്ഥയും, അതായത് അവനെ സപ്പോർട്ട് ചെയ്ത് ഏത് തലത്തിലാണോ അവന് പോകേണ്ടത്, ഏത് പ്രൊഫഷനിലാണോ അവന് പോകേണ്ടത്, ആ പ്രൊഫഷനെ കുറിച്ച് അവനുള്ള അറിവും കഴിവും. ചിലര് നമ്മൾ ധരിക്കുന്നുണ്ട് എല്ലാവരും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാം എല്ലാവരും എഞ്ചിനീയർ ആക്കണം അല്ലെങ്കിൽ എല്ലാവരെയും ഡോക്ടർ ആക്കണം എന്നുള്ള തലത്തിൽ അങ്ങ് ചിന്തയായിരുന്നു ആളുകൾക്കല്ല. അതുകൊണ്ട് എങ്ങനെയും പിള്ളേരെ ഇരുത്തി പഠിപ്പിച്ച് കാണാതെ പഠിപ്പിച്ചൊക്കെ 12 ഒക്കെ നന്നായിട്ട് പാസ്സായി കഴിയുന്ന ഡോക്ടറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അവൻ അതിന് പോകുന്ന അവനിഷ്ടമില്ലാത്തൊരു പ്രൊഫഷനാണ് അത്. പക്ഷെ അവനെ നിർബന്ധിച്ച് അതിലേക്ക് കയറ്റിക്കൊണ്ടുപോവുക ചെയ്യുന്നത്. ഇതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ അവന്റെ അറിവ് എവിടെയാണ്, അവന്റെ കഴിവ് എവിടെയാണ്, ഏത് തലത്തിലാണ്. ചിലർക്ക് വേറെ തലത്തിൽ സിനിമാ രംഗത്തായിരിക്കും അവന്റെ കഴിവ് പ്രദർശിപ്പിക്കാതിരിക്കും, ചിലർക്ക് ഫോട്ടോഗ്രാഫിയിലായിരിക്കും, അങ്ങനെ ഓരോരുത്തർ, ചിലർക്ക് ചിത്രരചനയിലായിരിക്കും. അവരൊക്കെ വലിയ മഹാന്മാരായിട്ട് പിന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ അറിവും കഴിവും അനുസരിച്ച് ഈശ്വരൻ തന്നിരിക്കുന്ന ഓരോ അറിവിനെയും കഴിവിനെയും മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു വ്യക്തിയാണോ മുന്നോട്ട് പോകുന്നത് അവന് കർമ്മസു കൗശലത്തോടു കൂടി അവൻ കർമ്മം ചെയ്യുകയാണ് ചെയ്യുന്നത്. മക്കളെ പോലും അവന്റെ കഴിവുകളെ വേർതിരിച്ചറിഞ്ഞ് അവനെ ആ മേഖലയിലേക്ക് കടത്തിക്കൊണ്ടു പോകാനുള്ള അച്ഛനമ്മമാരുടെ ആ ഒരു തലം, അവരുടെ ആ ഒരു ത്വര, അവരുടെ ആ ഒരു ആഗ്രഹം ആ തലത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏത് നിലയിലെത്തുമെന്നുള്ളവർക്കറിയാം. അതേസമയം അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി ഏതൊരു വ്യക്തിയാണോ പോകുന്നത് അവന് എഞ്ചിനീയറിംഗ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് സെമിസ്റ്ററും പോയി സെക്കൻഡ് സെമിസ്റ്ററും പോയി അവസാനം നിരാശാഭാവത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ. എത്രയോ കുട്ടികൾ 10-24 വയസ്സുള്ള കുട്ടികൾ രക്ഷകർത്താക്കളുടെ ശിക്ഷണം കൊണ്ട് രക്ഷകർത്താക്കൾ പറയുന്നത് കേട്ട് അവര് ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന തലത്തില് ആത്മഹത്യ ചെയ്ത കഥകളുണ്ട്. എന്റെ അടുത്ത് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോഴച്ഛനും അമ്മയും ദുഃഖിക്കുക, ഇത് പറയണ്ടായിരുന്നല്ലോ എന്ന് അവര് പറയാറുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 2 ശ്ലോകങ്ങൾ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഒരു വ്യക്തിയെയും അവന്റെ അറിവിനും കഴിവിനും അവൻ പോകുന്ന തലത്തിലും അവന്റെ വാസനകളെ നമ്മൾ എന്ത് ചെയ്യരുത്, അടയ്ക്കരുത് എന്ന് സാരം. അവന്റെ വാസനയ്ക്ക് അനുയോജ്യമായിട്ട് മുന്നോട്ട് വളർന്ന് അവന് ഏറ്റവും നല്ല തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഓരോരുത്തരും, ഓരോ മാതാപിതാക്കളും അതിനുള്ള ആ ഒരു തലത്തിലേക്ക് അവരുടെ വാസനകളെ അറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നന്നായിട്ട്, അത് ഏത് മക്കളായാലും ശരി, ഏത് തരത്തിലുള്ള മക്കളായാലും ശരി. ഇപ്പൊ എത്രയോ വലിയ ഹൈ റാങ്കിങ്ങിലിരിക്കുന്ന പോലീസ് ഓഫീസേഴ്സിന്റെയും IPS IAS ഓഫീസറുടെയും ഒക്കെ മക്കള് അങ്ങനെ പോകാൻ അവർക്ക് താല്പര്യമില്ലാത്ത തലത്തിൽ വേറൊരു തലത്തിലേക്ക് തിരിഞ്ഞ് അവർ വേറെ തലത്തിൽ അല്ലെങ്കിൽ വേറെ കലാകാരികളുമായി വളരെയധികം വളർന്നു പോയിട്ടുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത്. ഈ 2 ശ്ലോകങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടംപററി ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബമായാലും സമൂഹമായാലും നമുക്കൊത്തുകൂടെ കാണും, അല്ലെങ്കിൽ നമ്മളെ അവരെല്ലാം വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരും. നമസ്കാരം.